ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 10, പേജ് നമ്പർ 542. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പദാനുപദം. പ്രീതിപൂർവകം, പ്രീതിയോടുകൂടി. ഭജതാം, ഭക്തിയുത സേവനമനുഷ്ഠിക്കുന്ന. സതതയുക്താനാം, സതതയുക്തന്മാരായ, സദാ മുഴുകിയിരിക്കുന്ന. തേഷാം, അവർക്ക്. തേ, അവർ. യേന, യാതൊന്നുകൊണ്ട്. മാം, എന്നെ. ഉപയാന്തി, പ്രാപിക്കുമോ. തം, ബുദ്ധിയോഗം. ആ, യഥാർത്ഥ ബുദ്ധിയെ. ദദാമി, ഞാൻ ദാനം ചെയ്യുന്നു. വിവർത്തനം. പ്രേമഭക്തിയോടെ എന്നെ സദാ ആദരിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. ഭാവാർത്ഥം. ബുദ്ധിയോഗമെന്ന വാക്ക് ഇവിടെ സാരഗർഭമാണ്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് താൻ പല വിഷയങ്ങളെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞുവെന്നും മേലിൽ ബുദ്ധിയോഗത്തിൻ്റെ പദ്ധതി പറഞ്ഞു തരാമെന്നും പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ ബുദ്ധിയോഗത്തെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത്. ബുദ്ധിയോഗമെന്നാൽ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതാണ് ബുദ്ധിയുടെ അത്യുത്കൃഷ്ട നില. യോഗമെന്നത് സിദ്ധി വൈഭവമോ യോഗാത്മകമായ ഉയർച്ചയോ ആണ്. ഒരാൾ കൃഷ്ണസന്നിധിയിലേക്ക് അഥവാ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃഷ്ണാവബോധമാർന്ന് ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടുന്നതാണ് ബുദ്ധിയോഗം. ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗമെന്നും പറയാം. പുരോഗതിയുടെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെ. ജനങ്ങൾക്ക് ഇതറിഞ്ഞുകൂടാ. അതിനാൽ ഭക്തന്മാരുടെയും വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെയും സഹവാസം പ്രാധാന്യമർഹിക്കുന്നു. കൃഷ്ണനാണ് തൻ്റെ പ്രാപ്യസ്ഥാനമെന്ന് ഒരാൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ആ വഴിക്ക് നടന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരാം. ജീവിത ലക്ഷ്യമെന്തെന്നറിഞ്ഞിട്ടും കർമ്മഫലാസക്തി കൈവിടാത്തവനത്രേ കർമ്മയോഗി. ലക്ഷ്യം കൃഷ്ണനാണെന്നറിഞ്ഞാലും
കൃഷ്ണനെ പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ തത്പരനായിരിക്കുന്നവൻ ജ്ഞാനയോഗിയാണ്. ലക്ഷ്യമറിഞ്ഞ് പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനമനുഷ്ഠിക്കുന്നയാൾ ഭക്തിയോഗിയും. അതുതന്നെ ബുദ്ധിയോഗം അഥവാ പൂർണ്ണമായ യോഗം. അതാണ് ജീവിതത്തിൻ്റെ ഉന്നതമായ സമ്പൂർണാവസ്ഥ. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരുവുണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാനുതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന് ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണൻ്റെ സേവ ചെയ്യുകയുമാണ് അവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണനു വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. അത് പ്രേമപൂർവമാവുകയും വേണം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തക്ക ബുദ്ധിശക്തിയില്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജ്യം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. ഹരേ കൃഷ്ണ.